CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തിരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളാണ് തിരുവഞ്ചൂർ നേടിയത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവു നായ്ക്കളെ അടിയന്തരമായി നീക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും ഇത് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ഉത്സാഹമില്ല. പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യീകരണത്തിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വണ്ടൂർ തിരുവാലിയിൽ റോഡരികിലെ കാടുവെട്ടി വൃത്തിയാക്കുന്നതിനിടെ വൻ വിദേശ മദ്യശേഖരം കണ്ടെടുത്തു. തിരുവാലി പഴയ പഞ്ചായത്ത് പടിക്ക് സമീപം ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ 66 കുപ്പികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടെത്തിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെതിരായ വ്യക്തിഹത്യ അപലപനീയമാണെന്ന് പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. വിജയരാഘവൻ SDPI നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അപലപനീയമാണെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തിരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളാണ് തിരുവഞ്ചൂർ നേടിയത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. നിയമസഭ ജനങ്ങളുടെ പ്രതീക്ഷയുടെയും ആഗ്രഹങ്ങളുടെയും വേദിയാണ്. നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ ആശാ കേന്ദ്രമാണ് നമ്മുടെ സഭ. അതുകൊണ്ട് തന്നെ സഭയുടെ നടപടികളും ചർച്ചകളും ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ ഭിന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ സഭ ജനഹിതത്തിന് അനുസൃതമായി മാറും. സഭയുടെ അടിസ്ഥാന ശില നമ്മുടെ ഭരണഘടനയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഭരണഘടനാ വ്യവസ്ഥകളാണ്. അതുകൊണ്ട് ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധവും ഉൾക്കാഴ്ചയും ഈ സഭയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മിഴിവുറ്റുള്ളതാക്കി മാറ്റും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മാധ്യമങ്ങളും അടങ്ങുന്ന നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ വിവിധ വിഷയങ്ങളിൽ ഏകാഭിപ്രായം ഉണ്ടായേ മതിയാകൂ എന്ന് ശഠിക്കാൻ കഴിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ജനാധിപത്യ സംവാദങ്ങളിലും അഭിപ്രായ വൈവിധ്യത്തിലും സഹിഷ്ണുത കാണിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമുക്ക് മാതൃകയാക്കാം. The honest disagreement is often a good sign of progress. പാർലമെൻ്ററി ജനാധിപത്യം വിജയപ്രദമാക്കുന്നതിന് പ്രതിപക്ഷ ഭരണ കക്ഷികൾ തുല്യ ഉത്തരവാദികളാണ്. ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളാണ് തിരുവഞ്ചൂർ നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ 35 വോട്ടും NDAയുടെ BB ഗോപകുമാർ 3 വോട്ടും നേടി. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. Great experience in political and parliamentary field, is declared elected as Speaker of 16th Kerala Legislative Assembly. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നയാളാണ് തിരുവഞ്ചൂരെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുമോദിച്ച് സംസാരിച്ചു. ഏതവസരം കിട്ടിയാലും ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ തീപ്പൊരിയായ യുവജന നേതാവായിരുന്നു അദ്ദേഹം. തീപ്പൊരിയായ യുവജന നേതാവ്.
വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നടത്തിയിട്ടുള്ള ഈ കേരളം മുഴുവൻ യാത്ര ചെയ്ത്, കേരളത്തിലെ മുക്കിലും മൂലയിലും യാത്ര ചെയ്ത്, നിരവധി പ്രാവശ്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പദയാത്രകൾ നടത്തി അദ്ദേഹം കേരളത്തിലെ യുവജന രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹം നേതൃത്വം കൊടുത്ത വലിയൊരു പദയാത്രയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചത് ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്നു. അത്രയും ശ്രദ്ധേയനായ യുവജന വിദ്യാർത്ഥി രംഗത്തെ നേതാവായിരുന്നു അദ്ദേഹം. സർവകലാശാല യൂണിയൻ ചെയർമാൻ, കേരള സർവകലാശാലയുടെ ആദ്യകാലത്തെ യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ വളരെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും ജനപ്രതിനിധി എന്നുള്ള പരിചയവും ഭരണപരിചയവും എല്ലാം കൊണ്ടാണ് ഈ വലിയ പവിത്രമായ ഒരു സ്ഥാനത്തേക്ക്, ഈ 16ാം കേരള നിയമസഭയുടെ സഭാനാഥൻ എന്നുള്ള ഒരു വലിയ സവിശേഷമായ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ഞാൻ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും വേണ്ടി, ഈ സഭയ്ക്ക് എല്ലാവർക്കും വേണ്ടി, സഭയിലെ മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രതിപക്ഷ ശബ്ദവും അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഉന്നത ജനാധിപത്യ ബോധം തിരുവഞ്ചൂർ പ്രകടിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അഭിനന്ദനം. ഭരണഘടനാ മൂല്യ ധ്വംസനം ഉണ്ടാവാതെ നോക്കൽ, അതുമുതൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ, കോണ്ടക്ട് ഓഫ് ബിസിനസ്, സഭാ കീഴ്വഴക്കങ്ങൾ തുടങ്ങി പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ്. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് കൂടി കൗണും ശാക്തറും അടിവരയിടുന്നുണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഉന്നതമായ ജനാധിപത്യ ബോധമാവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടാവുക എന്ന് പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. സ്വതന്ത്രതയുടെയും നിഷ്പക്ഷതയുടെയും പതാകാവാഹനായി നിന്ന് ഈ സഭയെ നയിക്കാൻ അങ്ങക്ക് കഴിയട്ടെ. മതനിരപേക്ഷതയടക്കമുള്ള മഹനീയ മൂല്യങ്ങൾ തൊട്ട് ജനവികാരം സഭയിൽ നിർഭയമായി പ്രതിഫലിപ്പിക്കാനുള്ള പ്രതിപക്ഷ അവകാശങ്ങളെ വരെ പരിരക്ഷിക്കാൻ അങ്ങയുടെ സഭാധ്യക്ഷ സ്ഥാനത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിയമനിർമ്മാണ കാര്യങ്ങളിൽ മുതൽ സഭാ സബ് കമ്മിറ്റി രൂപീകരണം വരെ എത്രയോ കാര്യങ്ങളിൽ രാജ്യത്തിനാകെ മാതൃകയായ സഭയാണിത്. പുതിയ മാതൃകകൾ കൂട്ടിച്ചേർത്ത് പാർലമെൻറ്റിന് വരെ വഴികാട്ടുന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഈ പുതിയ സഭാധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ സഭയ്ക്ക് കഴിയട്ടെ. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എല്ലാ സഹകരണവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങേക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. സഭയിലെ മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA-യുമായ G. സുധാകരനായിരുന്നു സഭയുടെ പ്രോടൈം സ്പീക്കർ. ന്യൂസ് ഡെസ്ക് CCN. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് CCN. മുഖ്യമന്ത്രി VD സതീശന്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പ്രചരിക്കുന്ന പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്ക് 5 കിലോ ബസ്മതി അരിയും 2 കിലോ ശുദ്ധമായ നെയ്യും നൽകും എന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കാർഡിന് യാതൊരു ഔദ്യോഗിക അടിസ്ഥാനവും ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം.
വാട്സാപ്പ് കുടുംബ ഗ്രൂപ്പുകളിലും വിവിധ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലുമാണ് ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നത്. അധികാരത്തിൽ വന്ന പുതിയ UDF സർക്കാർ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുമെന്ന രീതിയിലാണ് കാർഡിന്റെ രൂപകൽപ്പന. എന്നാൽ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചതായി ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. പോസ്റ്ററിൽ VD സതീശന്റെ ചിത്രം ഉൾപ്പെടുത്തി വലിയ പെരുന്നാൾ സമ്മാനം എന്ന തലക്കെട്ടോടെയാണ് പ്രചാരണം നടക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന രാഷ്ട്രീയ പോസ്റ്റുകളും പ്രഖ്യാപനങ്ങളും വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക സ്രോതസ്സുകൾ പരിശോധിക്കണമെന്ന് സൈബർ വിദഗ്ധരും മാധ്യമ നിരീക്ഷകരും നിർദ്ദേശിക്കുന്നു. വ്യാജ കാർഡുകൾ, തിരുത്തിയ ചിത്രങ്ങൾ, തെറ്റായ അവകാശവാദങ്ങൾ എന്നിവ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന സംഭവങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. CCN ചെർപ്പുളശ്ശേരി. വണ്ടൂർ തിരുവാലിയിൽ റോഡരികിലെ കാടുവെട്ടി വൃത്തിയാക്കുന്നതിനിടെ വൻ വിദേശ മദ്യശേഖരം കണ്ടെടുത്തു. തിരുവാലി പഴയ പഞ്ചായത്ത് പടിക്ക് സമീപം ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ 66 കുപ്പികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടെത്തിയത്. ആദ്യം ഒരു കോലിട്ട് കുത്തിയിട്ട് മതി കേട്ടോ ചെയ്യാൻ. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡരികിലെ കാടുവെട്ടി തെളിക്കുന്നതിനിടയിലാണ് സംഭവം. വേണോ രാവിലെ തന്നെ ഓരോ പൈൻ്റ് അടിക്കണം എല്ലാവർക്കും. മാർച്ച് 26 അപ്പൊ പോലീസുകാര് വരുവെച്ചിട്ടേ വേഗം മാറ്റിച്ചത് അങ്ങോട്ട്. അല്ലേ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. 2025 മാർച്ച് 2026. മാലിന്യ ചാക്കുകൾക്കിടയിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു ചാക്കു പരിശോധിച്ചപ്പോഴാണ് അതിൽ വിദേശ മദ്യക്കുപ്പികൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ സാന്നിധ്യവും മദ്യലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് എടവണ്ണ പോലീസ് സ്ഥലത്തെത്തി മദ്യശേഖരം കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN മലപ്പുറം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കളെ അടിയന്തരമായി നീക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും ഇത് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ഉത്സാഹമില്ല. പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരണത്തിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്ധ്യംകരണം നടത്താൻ ജില്ലാടിസ്ഥാനത്തിൽ ഒരു APC സെന്ററും ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ സെന്ററുകളും സ്ഥാപിക്കണമെന്നും സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ സെന്റർ സ്ഥാപിക്കാൻ സ്ഥലമില്ലെന്നു കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾ പിന്നോട്ടടിക്കുകയാണ്. തിരൂർ നഗരസഭയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് APC സെന്റർ തുടങ്ങുകയും തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം നടത്തുകയും ചെയ്തിരുന്നെങ്കിലും പിന്നീട് സെന്റർ അടച്ചുപൂട്ടി. ഈ സെന്റർ മറ്റാവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു. തിരൂർ നഗരസഭ 2 വാർഷിക പദ്ധതികളിലായി 2 ലക്ഷം രൂപ വകയിരുത്തി 250 തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം നടത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. തിരൂർ നഗരത്തിലും റെയിൽവേ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, സ്കൂൾ പരിസരങ്ങളിലും അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ്. CCN മലപ്പുറം. ഷൊർണൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും സമീപത്തെ തെങ്ങിലും ഇടിച്ച് യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും പരിക്കേറ്റു. ഷൊർണൂർ കവളപ്പാറ ഐക്കോൺസ് ആശുപത്രിക്കു സമീപം ഗോകുലം വീട്ടിൽ ഗോപകുമാറാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് കാരക്കാട് കമ്പനിപ്പടിയിലാണ് അപകടം. ഉറ്റ സുഹൃത്ത് കാരക്കാട് സ്വദേശി ശ്യാം ശങ്കർ വാങ്ങിയ യൂസ്ഡ് കാർ ഓടിച്ച് പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വഴി കവളപ്പാറ റോഡിലൂടെ കാരക്കാട്ടേക്ക് വരുന്നതിനിടെയാണ് സംഭവം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും പിന്നീട് തെങ്ങിലും ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകട സമയത്ത് ശ്യാംശങ്കറും ഇവരുടെ സുഹൃത്ത് കാരക്കാട് സ്വദേശിയായ സുധീഷും ഒപ്പമുണ്ടായിരുന്നു. ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് ഗോപകുമാറിനെ പുറത്തെടുത്തത്. 3 പേരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സുഹൃത്തുക്കളുടെ പരിക്ക് ഗുരുതരമല്ല. ഗോപകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അപകട സ്ഥലത്തെത്തി ഷൊർണൂർ പോലീസ് അന്വേഷണം നടത്തി. CCN ഒറ്റപ്പാലം. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെതിരായ വ്യക്തിഹത്യ അപലപനീയമാണെന്ന് പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. വിജയരാഘവൻ SDPI നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അപലപനീയമാണെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു.
CPM ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ പി ലില്ലീസിന്റെ സഹോദരന്റെ ഗൃഹപ്രവേശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് വിജയരാഘവൻ പങ്കെടുത്തത്. ചടങ്ങിന്റെ ഭാഗമായുള്ള ഗാനമേളയിൽ SDPI പ്രാദേശിക നേതാവ് പാടുന്ന സമയത്ത് വിജയരാഘവൻ സമീപത്തെ ഹാളിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. വസ്തുതകൾ അന്വേഷിക്കാതെ ചില ചാനലുകൾ ഇത് വാർത്തയുമാക്കി. പാർട്ടി നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വ്യക്തിഹത്യ നടത്താനുള്ള ബോധപൂർവ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ശ്രമങ്ങൾ. മതതീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്ന രാഷ്ട്രീയ നേതാവാണ് വിജയരാഘവൻ. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ സംഘപരിവാറും മുസ്ലിം മതതീവ്രവാദ സംഘടനകളും ഒരേ സമയം അദ്ദേഹത്തെ കടന്നാക്രമിക്കാറുണ്ട്. അതിനെ പ്രതിരോധിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉയർത്തി വ്യക്തിഹത്യ നടത്താനുള്ള നീക്കത്തെ പാർട്ടി അവജ്ഞയോടെ തള്ളിക്കളയുന്നു. വാർത്ത തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണം, സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. CCN മലപ്പുറം. കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. പശ്ചിമബംഗാൾ സ്വദേശി ബിജോയ് റാണയാണ് പെരിന്തൽമണ്ണ കോടതി മുൻപാകെ കീഴടങ്ങിയത്. 2013 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കിഴക്കേ പാണ്ടിക്കാട് സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്തി അറസ്റ്റിലായ പ്രതികൾ ജാമ്യത്തിലിറങ്ങി ഒഡീഷയിലേക്ക് മുങ്ങുകയായിരുന്നു. 2013 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കിഴക്കേ പാണ്ടിക്കാട് അങ്ങാടിയിൽ സ്റ്റേഷനറി കച്ചവടം നടത്തിയിരുന്ന പേർക്കുത്ത് മുഹമ്മദിനെ പണം ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും സഹോദരങ്ങളുമായ ബിജോയ് റാണയും സഞ്ജയ് റാണയും കൊലപ്പെടുത്തുകയായിരുന്നു. കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മുഹമ്മദിനെ തലക്കടിച്ചും കഴുത്തറുത്തുമാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് സ്വദേശമായ പശ്ചിമ ബംഗാളിലേക്ക് ഇരുവരും മുങ്ങി. അന്ന് പശ്ചിമ ബംഗാളിലെത്തി പാണ്ടിക്കാട് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2014 ജാമ്യത്തിലിറങ്ങിയ മുങ്ങിയ പ്രതികൾ കുടുംബവുമൊത്ത് ഒഡീഷയിലേക്ക് താമസം മാറ്റി. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി മറ്റൊരു പേരിലാണ് ഒഡീഷയിൽ താമസിച്ചു വന്നിരുന്നത്. അന്വേഷണത്തിൽ ഇത് മനസ്സിലാക്കിയ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയാണ് സഞ്ജയ് റാണയെ അറസ്റ്റ് ചെയ്തത്. അന്ന് സഹോദരൻ ബിജോയ് റാണ രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് കോടതിയിൽ കീഴടങ്ങിയത്. പെരിന്തൽമണ്ണ DYSP അബ്ദുൾ ലത്തീഫിന്റെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ C പ്രകാശൻ, ASI അനൂപ്, ഉദ്യോഗസ്ഥരായ ധനീഷ്, ജിജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തിരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളാണ് തിരുവഞ്ചൂർ നേടിയത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവു നായ്ക്കളെ അടിയന്തരമായി നീക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും ഇത് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ഉത്സാഹമില്ല. പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യീകരണത്തിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വണ്ടൂർ തിരുവാലിയിൽ റോഡരികിലെ കാടുവെട്ടി വൃത്തിയാക്കുന്നതിനിടെ വൻ വിദേശ മദ്യശേഖരം കണ്ടെടുത്തു. തിരുവാലി പഴയ പഞ്ചായത്ത് പടിക്ക് സമീപം ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ 66 കുപ്പികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടെത്തിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെതിരായ വ്യക്തിഹത്യ അപലപനീയമാണെന്ന് പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. വിജയരാഘവൻ SDPI നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അപലപനീയമാണെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.